അടുക്കളയോട് ചേർന്ന വരാന്തയിലൂടെ ഞാൻ അവളോടൊപ്പം നടക്കാറുണ്ടായിരുന്നു. മലബാറിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പത്തിരിയും കോഴിക്കറിയുണ്ട്. അതിൻ്റെ മണം മൂക്കിലും മനസ്സിലുമൊക്കെ തട്ടിത്തടഞ്ഞു പോയിക്കൊണ്ടിരിക്കും. മണത്തിൽ നിന്ന് രുചിയിലേക്ക് ഓരോ തവണ വരുമ്പോഴും അതിൻ്റെ മൊഞ്ചും സ്വാദും കൂടിക്കൂടി വരും. അന്ന് ആ അടുക്കള വരാന്തയിൽ വെച്ച് എനിക്ക് മനസ്സിലായി, മറ്റൊന്നിനും ഇതിൻ്റെ സ്വാദ് കിട്ടൂലെന്ന്. ഇത് മലബാറിൻ്റെ മാത്രമാണ്. അപ്പോൾ നമുക്ക് പത്തിരി ഉണ്ടാക്കി തുടങ്ങാം. 1 ഗ്ലാസ് അരിപ്പൊടി വെച്ചിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 1 ഗ്ലാസ് പൊടിക്ക് 1.25 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് യോജിപ്പിച്ചെടുക്കണം. വെള്ളവും പൊടിയും കൂടെ നന്നായിട്ട് യോജിച്ച് വരണം. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തന്നെ പച്ചരി പൊടിച്ച് വറുത്തെടുത്തതാണ്. നിങ്ങൾ പാക്കറ്റ് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് പുറത്ത് വെള്ളത്തിൻ്റെ അളവ് എഴുതിയിട്ടുണ്ടാവും, അതുപോലെ ചെയ്താൽ മതി. ഇനി ഞാൻ ഒന്നുകൂടെ ഈസി ആയിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അരകല്ല് വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊരു കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ പത്തിരിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണിത്. ഈ ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ പത്തിരി പൊടിയുടെ മിക്സിനെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഈ ചൂടോടെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും നമ്മുടെ ഈ പൊടിയിൽ വെള്ളത്തിൻ്റെ അംശത്തിന് കുറവെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൈ പച്ചവെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. എത്രത്തോളം നിങ്ങൾക്ക് കുഴയ്ക്കാൻ പറ്റുന്നോ അത്രത്തോളം സോഫ്റ്റായിട്ട് നിങ്ങൾ ഇതിനെ കുഴച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല മൊഞ്ചായിട്ടുള്ള പത്തിരി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനൊരു 10 മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നീളത്തിൽ അങ്ങ് റോൾ ചെയ്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് നല്ലോണം ഉരുട്ടി നമുക്ക് മാറ്റി വെക്കണം. ഇതുപോലെ എല്ലാം തന്നെ ഇങ്ങനെ ഉരുട്ടി കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളിങ്ങനെ ഉരുട്ടി വെച്ചിട്ടുള്ള ഓരോ ബോൾസും ഇതുപോലത്തെ ഒരു പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് അമർത്തിയിട്ട് ചെറിയ വട്ടുകളാക്കിയിട്ട് മാറ്റിയെടുക്കുകയാണ്. എന്നിട്ട് ഓരോ വട്ടും നമ്മൾ അരിപ്പൊടിയിൽ ഡിപ്പ് ചെയ്തിട്ട് മാറ്റി വയ്ക്കും. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഓരോ ഉരുളകളും ഇതുപോലെ പത്തിരി പ്രസ്സിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. അരിപ്പൊടിയിലൊന്ന് 2 സൈഡും ഡിപ്പ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാം. പത്തിരി ഉണ്ടാക്കുന്നതിന് ഓരോ സ്റ്റേജുകളുണ്ട്. ആദ്യം നമ്മൾ പൊടി വാട്ടിയെടുക്കും, പിന്നെ നമ്മൾ നന്നായിട്ട് പൊടി കുഴച്ചെടുക്കും, അതിനുശേഷം ഓരോ ബോൾസ് ആക്കിയിട്ട് മാറ്റും. പിന്നെ ആ ഉരുളകളെ നമ്മൾ പ്രസ്സിൽ വെച്ച് അമർത്തിയിട്ട് ചെറിയ പത്തിരികളാക്കി മാറ്റും. അവസാനം നമ്മൾ ഈ ഓരോ പത്തിരിനെയും ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയെടുത്തിട്ട് നല്ല നൈസ് പത്തിരിയുടെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കും. പിന്നെ ചുട്ടെടുക്കും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഓരോ ചെറിയ പത്തിരീനെയും നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന ഇതുപോലത്തെ ഒരു പലകയുടെ മുകളിലേക്ക് അത്യാവശ്യം നല്ല പൊടി കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഓരോ പത്തിരിയും വെച്ചിട്ട് ഓടക്കുഴലോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ചപ്പാത്തി പരത്തുന്ന ഇത് വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് പരത്തിയെടുക്കുക. നല്ല റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കുക.
ഇപ്പോൾ നമുക്ക് നല്ല നൈസ് പത്തിരിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നല്ല നൈസാക്കിയിട്ട് ചെയ്യുമ്പോൾ മാത്രമേ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി എല്ലാ കുഞ്ഞു പത്തിരികളെയും ഇതുപോലെ പരത്തിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഇങ്ങനെ പരത്തി വെച്ചിട്ടുള്ള ഓരോ പത്തിരിയും നല്ല ചൂടായ ചട്ടിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ നമ്മുടെ പത്തിരി ഇതാ റെഡിയായി. ഓരോ പത്തിരി ഞാനിവിടെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ പത്തിരി ചുടുമ്പോൾ ഇതിൽ നല്ല പൊടി വരും ചില സമയത്ത്. അപ്പോൾ നമ്മൾ ഒരു തുണിയോ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ പൊടി നമ്മൾ തൂത്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മളിടുന്ന പത്തിരിയുടെ മുകളിൽ അത് വച്ച് പിടിച്ചിട്ട് അതിൻ്റെ കളറൊക്കെ മാറും. അപ്പോൾ അതുകൊണ്ട് ഈ പൊടി തൂത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതാ എല്ലാ പത്തിരിയും നല്ല നൈസായിട്ട് ഇതാ ചുട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പത്തിരി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി പത്തിരിയുടെ ബെസ്റ്റ് കോമ്പിനേഷനായ മലബാർ സ്റ്റൈലിലുള്ള ചിക്കൻ വറുത്തരച്ച കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ 2 സവാള എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 1 എടുത്താൽ മതി. ഒരു തക്കാളി, 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇത് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1/2 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ അളവാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ ഒരു 1-2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ നല്ല നാടൻ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ കുറച്ച് പെരുംജീരകം, നമ്മുടെ വലിയ ജീരകം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കണം. നല്ല നരടി യോജിപ്പിച്ചെടുക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ തക്കാളിയിലെ ആ പുളിയും ഉള്ളിയിലെ ആ ഒരു ജ്യൂസും എല്ലാം ഈ ചിക്കനിലോട്ടും ഈ മസാലയിലോട്ടൊക്കെ മിക്സായിട്ട് നല്ല പരുവത്തിൽ കിട്ടുള്ളൂ. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നുള്ളൊരു മണമുണ്ടല്ലോ, അതൊരു സംഭവം കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമ്മൾ ഈ ചിക്കൻ്റെ മുകളിലേക്ക് പോവാത്ത രീതിയിൽ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ സമയം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 240 ml ഗ്ലാസിൻ്റെ 1.5 കപ്പ് 1.5 ഗ്ലാസ് തേങ്ങ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ഒരു 2 ചെറിയ ഉള്ളി, കുറച്ച് കുരുമുളക്, കുറച്ച് പെരുംജീരകം, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ടിട്ട് നന്നായിട്ടങ്ങ് വറുത്തെടുക്കുക. നല്ല രീതിയിൽ വറുത്തെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മളെ തേങ്ങ ഏകദേശം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഇതാ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ അരപ്പ് ഇത് ചിക്കൻ വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ തേങ്ങ അരപ്പും കൂടെ ചേർത്തു. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് അങ്ങ് യോജിപ്പിച്ചിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. രണ്ടും കൂടെ ഒന്ന് യോജിച്ച് തിളച്ച് വെക്കാം. അപ്പോൾ ഇതാ നല്ല തിള വന്നിട്ടുണ്ട്. നമ്മളെ ചിക്കൻ കറി ഏകദേശം റെഡിയായി ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ചെയ്യാനുള്ളത് കുറച്ച് ചെറിയ ഉള്ളി ഇതിലേക്ക് മൂപ്പിച്ച് ഒഴിച്ചു കൊടുക്കണം, തൂമിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. കുറച്ച് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക, ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, 2-3 വറ്റൽമുളക്, നല്ലൊരു മണത്തിനും രുചിക്കും വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന് നന്നായിട്ട് അങ്ങ് തൂമിച്ച് ചൂടോട് തന്നെ നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ഇതങ്ങ് ഒഴിച്ച് കൊടുക്കുക. ഇതങ്ങ് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ചിക്കൻ കറിക്ക് നല്ലൊരു സ്മെല്ല് കിട്ടും. ഇത് പത്തിരിയുടെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് വറുത്തരച്ച ചിക്കൻ കറി മലബാർ സ്റ്റൈലിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ചിക്കൻ കറി നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പത്തിരിയൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ പത്തിരി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇതുപോലത്തെ ഒരു കറിയും കൂടെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പത്തിരി ചിക്കൻ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കഴിക്കാം.
പത്തിരി കോഴിക്കറി ഒരു സംഭവമാണ്. ചില രുചികളൊക്കെ നമ്മൾ മറന്നാലും ഇത് നമ്മൾ ഒരിക്കലും മറക്കില്ല.